ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു എഗ്ഗ് റോസ്റ്റുമായിട്ടാണ്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഒരു 5 മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അധികം പുളിയില്ലാത്ത ഒരു 4 വലിയ തക്കാളി കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അതുപോലെ ചെറിയ 8 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കൂടി ആഡ് ചെയ്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇനി ഒരു പാൻ എടുത്ത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് അല്പം വേപ്പില ചേർക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂടി ആഡ് ചെയ്ത് നന്നായി വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം. ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ നന്നായി വഴറ്റുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റുക. ഇനി നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്ത നമ്മുടെ തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. 2-3 മിനിറ്റ് നന്നായി കുക്ക് ചെയ്യാം. നന്നായി മസാല കുക്കായി വരുമ്പോൾ അതിലോട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ട ചേർക്കാം. ഞാനിവിടെ ഒരു 9 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി നന്നായി തിളച്ചു വരുമ്പോൾ അതിലോട്ട് ആഡ് ചെയ്യാം. നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും അല്പം മല്ലിയില കൂടി ചേർത്ത് മാറ്റി വെക്കാം. നമ്മുടെ എഗ്ഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻറ്റുകൾ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ.